This is CA Shahana Shaji, and she has qualified both the groups. Yeah, both the groups in the Jan 26 attempt. So she'll address how she achieved this CA. Yes, Shahana, to you. Yes, ma'am. Thank you, ma'am. Audit, for all the other subjects, including audit, I had actually both the classes. പക്ഷെ ഓഡിറ്റിന് ഞാൻ ആ റെഗുലർ ക്ലാസ് ഫുള്ള് കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല. ആൻഡ് വാട്ട് ഐ ഡിഡ് വാസ് ഞാൻ മോസ്റ്റ്ലി സെൽഫ് സ്റ്റഡി ആൻഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടു. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പഠിച്ചേ. അത് കഴിഞ്ഞ് നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയും, നമ്മൾ സീനിയേഴ്സ് പറയുന്നത് കേട്ട് വീട് പ്ലാൻ എന്തായാലും നമ്മൾ ടോപ്പിക്ക് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യും, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകൂ എന്ന് ഒരു ഡിസിഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അനുസരിച്ച് പോവില്ല. സോ വാട്ട് വി എൻഡ് അപ്പ് ഡൂയിങ് ഇസ് നമ്മൾ പോർഷൻസ് മാത്രം പഠിക്കും, ക്വസ്റ്റ്യൻസ് നോക്കില്ല. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ഇനിഷ്യലി എന്റെ ഓഡിറ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ആദ്യത്തെ റിവിഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു മോക്ക് എഴുതി. എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് പോയി എഴുതിയ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ കോൺസെപ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എഴുതി വരുമ്പോ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കോ എനിക്ക് അവരുദ്ദേശിക്കുന്ന പോയിന്റ്സ് എനിക്ക് എന്റെ ആൻസേഴ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ അവസാനം വർക്ക്ഔട്ട് ബാച്ച് എടുക്കാം എന്ന് ഡിസൈഡ് ചെയ്തത്. വർക്ക്ഔട്ട് ബാച്ച് എടുക്കുന്ന സമയത്തും എഗെയിൻ ഞാൻ ഒരു 2 മാസം, ഒരു 1.5 മാസം എന്തോ ബാക്കി നിൽക്കുമ്പോഴായിരുന്നു ഞാൻ മാമിന് മെസ്സേജ് ഇട്ടെ. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഇത്രയും സമയം ഞാനത് എന്താ പറയുക, ക്ലാസ് കാണുകയാണെങ്കിൽ അതൊരു പാസീവ് ലേണിംഗ് ആവില്ലേ, ഞാൻ ആക്റ്റീവ്ലി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ആ ഒരു കൺസേൺ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഓക്കെ എന്തായാലും വാങ്ങിച്ച് എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഐ വിൽ സീ ദ ഹോൾ തിങ്, ഓർ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം എടുക്കാം എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ വാങ്ങിയത്. പക്ഷേ ഞാനത് ഫുള്ള് കണ്ടു. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ചില ടോപ്പിക്ക്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും, പക്ഷെ ഏതൊക്കെ പോയിന്റ് എഴുതണം, എന്തൊക്കെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം, ഇറ്റ് ഹാസ് എൻ ഇമ്പാക്ട്. അത് എനിക്കത് അതേപോലെ തന്നെ വേറൊരു കാര്യം, എനിക്ക് ആ വർക്ക്ഔട്ട് ബാച്ച് മാം ഇങ്ങനെ ഒരു ടേബിൾ പോലെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇടുന്നത് എനിക്ക് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ പിന്നെ എനിക്ക് പേഴ്സണലി ഓഡിറ്റ് കുറച്ച് അധികം ദിവസം പഠിക്കുമ്പോൾ എനിക്ക് പറ്റാറില്ല, എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ വൺ റിവിഷൻ തീർക്കുക അടുത്തത്. പക്ഷെ ഓഡിറ്റ് അങ്ങനെ പഠിക്കാൻ ഇരുന്നാൽ പോലും എനിക്ക് അടുത്ത റിവിഷൻ ആകുമ്പോൾ എനിക്ക് ഫുള്ള് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ രാത്രി എപ്പോഴാണോ കുറച്ച് സമയം വെൻ ഐ എം അലോക്കേറ്റിംഗ് ടു ഓഡിറ്റ്, ഞാൻ ആ ക്ലാസ് ഇരുന്ന് കാണുമായിരുന്നു, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന്റെ രണ്ടാമത്തെ മോക്ക് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. എനിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. So how the exam, like you wrote for 100 marks, like auditing the Jan exam, you wrote for 100 marks? 100 മാർക്സിന് എഴുതിയായിരുന്നു, ഫുൾ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു ഫുള്ള്. പക്ഷെ ചില ടോപ്പിക്സ് ഞാൻ that's there. And what about the MCQ? When did you write the MCQ? Beginning ആണോ അല്ലെങ്കിൽ middle? ഞാൻ മിഡ് ആയിരുന്നു. ഒരു 1-2 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ MCQ എഴുതിയേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതിയ എനിക്ക് MCQ ആ ഒരു ഫ്രഷ് മൈൻഡിൽ ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതാം എന്ന രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് MCQ. അതെ, എനിക്ക് MCQ ദ തിങ് വാസ്, എന്റെ ആദ്യത്തെ മോക്കിന് ഞാൻ പാസ്സായിരുന്നു. പക്ഷേ എനിക്കത് പാസ്സായത് MCQ കാരണമായിരുന്നു. അപ്പൊ അതെനിക്ക് പേടിയായി. കാരണം MCQ ഇറ്റ് ഈസ് നമ്മുടെ ഫൈനലിന് നമുക്കത് ഹെൽപ്പ് ആവും, പക്ഷെ MCQ വെച്ച് പാസ്സാവാം എന്ന് വിശ്വസിക്കാൻ ഒരു പേടിയായിരുന്നു. അതാണ് ഞാൻ പിന്നെ അവസാനം വർക്ക്ഔട്ട് എടുക്കാം, ഇത്രയും പറ്റില്ല എന്നൊരു ഡിസിഷനിൽ എത്തിയത്. അങ്ങനെയായിരുന്നു. Any other tip you want to add for generally auditing alla, generally anything you want to say students? മോക്ക് എഴുതണം, മോക്ക് എഴുതണം, അത് മാത്രം. അതെ, ഇൻക്ലൂഡിങ് IBS മോക്ക് എന്തായാലും എഴുതണം എന്ന്. കാരണം ഇങ്ങനെ നമ്മൾ ഒരു മോക്ക് എഴുതുമ്പോഴേ നമ്മൾ എന്താ മിസ്റ്റേക്ക് വരുത്തുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും.
ഞാൻ ഓഡിറ്റിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആദ്യത്തെ മോക്കിനാ മനസ്സിലായത്. അതനുസരിച്ച് പിന്നെ ഒന്നുകൂടെ Rectify. മാറ്റിയപ്പോഴായിരുന്നു രണ്ടാമത്തെ മോക്കിന് ഓക്കെ ആയി എന്നൊരു സിറ്റുവേഷനിലെത്തി. Yes. No. It feels so good, എന്താ പറയാ, to see your smile. 2-3 months back. Yeah, അല്ലേ? 2-3 months or 4 months back, you were Shahana, and now seeing you as a CA Shahana and with those big smiles. Seriously, ഞാനും ഹാപ്പിയാണ്, and smile says all those words. So wishing you all the best in the career also. പാരന്റ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവസാനം എല്ലാരും ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇല്ല, അതാണല്ലോ അങ്ങനത്തെ ഒരു അൾട്ടിമേറ്റ്. അതല്ലേ അൾട്ടിമേറ്റ് കൗൺസ് അല്ലേ? നമ്മളെ ഹാപ്പി ആവുന്നു, നമ്മളുടെ ലൗഡ് വൺസ് ഹാപ്പിയാണ്, അതല്ലേ ഏറ്റവും കൗൺസ് അല്ലേ? ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ് വിച്ച് യു ക്യാൻ ഗിവ് ടു ദം. യെസ് മാം. Hi, Jennifer. So, Hi, ma'am. yeah, Thank you. congratulations. ഈ പറഞ്ഞ January 26 examiner, you have passed the first group. That too, auditing in a 59 marks. എന്താ പറയാ, that's one of the paper which most of the students say, എന്താ പറയാ, nightmare or what you say. So can you just guide how was your preparation regarding the audit paper? Well, initially, I attended your class in July 2025. ഇപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഫുൾ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് പഠിപ്പിച്ചതുകൊണ്ട് ഫുൾ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റി. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ്സിൽ ഉറങ്ങാതെ തന്നെ ഞാൻ ഫുൾ ക്ലാസ്സും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ്സ് ഒക്കെ ഒരു അപ്പൊ തന്നെ ക്ലിയർ ആയി. പിന്നെ അന്നെന്ന് വന്നിട്ട് ഞാൻ കുറച്ചൊക്കെ നോക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അങ്ങനെ ഫുൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ അപ്പൊ തന്നെ നോക്കി തീർക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാനൊരു റെസിഡൻഷ്യലിൽ പോയിട്ടുണ്ടായിരുന്നു. റെസിഡൻഷ്യലിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഓരോ എസ്സിൽ അത് അവരുടെ ഗൈഡൻസും കൂടി ചേർത്തിട്ടായിരുന്നു. എന്നാൽ നമുക്ക് ഓരോ ടോപ്പിക്ക് ആ ടോപ്പിക്കിന്റെ അകത്ത് വരുന്നതെല്ലാം കൂടി ഒരു ഫ്ലോ ചാർട്ട് പോലെ മനസ്സിലാക്കുക, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീക്ക്ലി ടെസ്റ്റ് പേപ്പേഴ്സ് പോലെ കുറച്ച് പോർഷൻസ് വെച്ച് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ റൈറ്റിംഗ് പ്രാക്ടീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ സജസ്റ്റഡ് ആൻസേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ഒരു മെയിൻ കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതി നോക്കുമായിരുന്നു. പിന്നെ ഞാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്തതൊക്കെ കുറവാണ്. എനിക്ക് അത്ര സമയം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ബാക്കിയല്ലാതെ ഞാൻ ചിലപ്പോൾ എക്സാം എഴുതിയതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടി എങ്ങനെ എഴുതാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കീവേഡ്സ് ഒക്കെ കുറെ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡിട്ടും എന്തായാലും എല്ലാം മനസ്സിലാക്കി തന്നെ, അങ്ങനെ മനസ്സിലാക്കാതെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കി പക്ഷെ എന്നാലും ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ കോഡിടാൻ പറ്റുന്നുള്ളതൊക്കെ വെച്ചിട്ട് ഒരു കോഡൊക്കെ ഇട്ട് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മളിങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ട് തമ്മിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. So how did you tackle that last 1.5 days? Okay, മറ്റേ പറയാം, after the AFM exam, how did you tackle that audit paper? Like last 1.5 ഡേയ്സിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ക്ലോസസിന്റെ നമ്പേഴ്സ് അതൊക്കെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും ചിലപ്പോൾ അത്ര പ്രശ്നം വരുന്നത്, പക്ഷെ തെറ്റ് ചെയ്താൽ ഭയങ്കര സീനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, നമ്പേഴ്സ്, എസ്സേസിന്റെ പേരുകൾ, അതിനൊക്കെ എനിക്ക് അങ്ങനെ ശരിക്കും ഭയങ്കര മാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എഴുതാതിരുന്നാലോ തെറ്റിച്ചാലോ കുറച്ചുകൂടി ഇതാവും തോന്നി. അതുകൊണ്ട് ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ ഇട്ട കോഡുകൾ ഞാൻ ഒന്നും കൂടെ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേ നോക്കിയില്ലെങ്കിൽ നമുക്ക് ആൽഫബറ്റ്സ് മാത്രം ഓർമ്മ കാണും, അതിൻ്റെ അകത്തുള്ള എന്താണെന്ന് ഓർമ്മ കാണത്തില്ല. അപ്പൊ ഇട്ട കോഡ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അങ്ങനെ ഓഡിറ്റ് അത്ര ടഫായിട്ട് തോന്നിയില്ല, നമുക്ക് കുറച്ച് മാനേജബിൾ ആയിരുന്നു ശരിക്കും. അതുകൊണ്ടും രക്ഷപ്പെട്ടു. And one more thing, like എന്താ പറയാ, 100 marks you wrote for the paper? 100 മാർക്സിന് 100 മാർക്സിന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം ഒരു ക്വസ്റ്റ്യനൊക്കെ ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ഫുൾ കംപ്ലീഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. പക്ഷെ ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിപ്പോയി. അപ്പൊ ഇപ്പൊ മേ ബി ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒരു 10 പോയിന്റ് എഴുതാനുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന ചിലപ്പോൾ ഒരു 6 പോയിന്റ് ആണെങ്കിൽ 6 പോയിന്റും ബാക്കി കുറച്ച് അതിന്റെ ഇൻട്രഡക്ഷനും പിന്നെ കൺക്ലൂഷനും അങ്ങനെയൊക്കെ എഴുതി. എനിക്ക് അറിയാവുന്നൊക്കെ ഫുൾ ക്വസ്റ്റ്യൻസിനെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ സമയം കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല, അറിയാവുന്നത് അത്ര എഴുതാൻ പറ്റി. So you maintain that structured presentation അല്ലേ? Heading, അതൊക്കെ. പിന്നെ കീവേഡ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തു. ഹൈലൈറ്റ് മാക്സിമം അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ പിന്നെ ശ്രമിച്ചു.
Okay. പിന്നെ Last ഒരു കാര്യം നമ്മളിപ്പം എക്സാമിന്റെ ആ ഒരു 3 hours ഇല്ലേ, അപ്പൊ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവും, ബാക്കി എന്ത് എഴുതണം എന്നുള്ള ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, ക്വസ്റ്റ്യൻ എന്താ തോന്നിയെന്നുള്ളത് ജസ്റ്റ് ആദ്യം എഴുതിയിട്ട് പിന്നെ പോയിന്റ്സ് റീകളക്ട് ചെയ്ത് അത് എഴുതി, പിന്നെ ഇപ്പൊ എഴുതി എന്താന്നുള്ള ഒരു കൺക്ലൂഷൻ അങ്ങനെ എഴുതി, പിന്നെ അങ്ങനെ പോകുമ്പോൾ ഒരു ഫ്ലോ കിട്ടും എന്ന് എനിക്ക് തോന്നിയാണ്. അതൊക്കെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറ്റുന്നുണ്ടാവും. yes. And one more thing, MCQ എപ്പോഴും അറ്റൻഡ് ചെയ്ത് towards the beginning or middle? മിഡിലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എന്താ നമ്മൾ ആദ്യം എനിക്കൊന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു എപ്പോഴാണ് നമ്മൾ 2-നല്ലേ സ്റ്റാർട്ട് ചെയ്താ, ഒരു 3 ഒക്കെ ആകുമ്പോൾ ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ MCQ എടുത്ത്. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ യെസ് അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഇനിഷ്യലി ആദ്യം ഇത് ഫുൾ നമ്മുടെ MCQ ബുക്കിൽ തന്നെ ഞാൻ ചെറുതായിട്ട് ടിക്ക് ചെയ്ത് പോയിട്ട് പിന്നെ നമ്മൾ മെയിൻ ബുക്കിലോട്ട് അപ്പൊ ടിക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഒരുവിധം ഉറപ്പുള്ളതും പിന്നെ നോക്കേണ്ട ആവശ്യമില്ലാത്തതൊക്കെ ടിക്ക് ചെയ്ത് പോയി. ബാക്കി എനിക്ക് മനസ്സിലാവാത്തതിന്റെ ക്വസ്റ്റ്യൻ നമ്പറിന് ചുറ്റും ഒരു റൗണ്ട് മാത്രമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബുക്കിലോട്ട് എഴുതുമ്പോഴാണെങ്കിലും കിട്ടിയതൊക്കെ ഹൈലൈറ്റ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സമയം കിട്ടി നോക്കിയിട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. സോ എന്താ പറയാ, ക്ലാസ്സിൽ മുട്ടായി വാരിയ ഓർമ്മയുണ്ട്. കൊറേ മുട്ടായി, അതാ അവാർഡ് എന്താ പറയാ, മാക്സിമം മുട്ടായി വാരി എന്നുള്ള ഒരു അവാർഡ് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഗോ ടു യു. ആൻഡ് യെസ്, സോ അത്രേ ഉള്ളൂ. സോ to all these people out there, എന്താ പറയാ, anything else you wanted to add? I know importance of practice writing you say, right? അതൊക്കെ ഉണ്ട്. പിന്നെന്താ, നമുക്കും കുറെ ഡൗട്ട് തോന്നും ഇതിങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയാവോ, എന്നാലും അത് ജസ്റ്റ് കീപ് ഗോയിങ് എന്നുള്ള. ഇപ്പൊ ഞാനും എക്സാമിന് ഒരു മാസം മുമ്പൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഫോക്കസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും എനിക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ, നമുക്ക് കുറെ പല ആൾക്കാരും പല സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് ഏത് സ്യൂട്ടാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാനൊരു സ്റ്റിക്കി നോട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കീപ് ഗോയിങ് എന്നുള്ള മാത്രം എന്നാണ്. അങ്ങനെ എഴുതി ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇടയ്ക്ക് കുറച്ചു നേരം ചിലപ്പോൾ ക്ലാസ് കേൾക്കുക, കുറച്ചു നേരം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് വായിക്കുക, അല്ലെങ്കിൽ ചിലപ്പം എഴുതി വെക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പൊ ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാന്നുള്ളതല്ലാതെ വേറെ ഒന്നും, ജസ്റ്റ് നമ്മൾ ചെയ്യുക, ചില മോസ്റ്റ് പ്രോബബ്ലി കിട്ടും. പിന്നെ ചെറിയൊരു ലക്കോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഫാക്ടർ അതും ഉണ്ടെന്നുള്ളതാണ്. Exactly. So thanks a lot, Jennifer, and എന്താ പറയാ, wishing you all the best for the group 2. Next result വരുമ്പം CA Jennifer John, right? Yeah, CA Jennifer John ആയിട്ട് കാണട്ടെ. So all the best. Thank you.